ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഓഗസ്റ്റ് 8 വിശുദ്ധ സഹായികൾ അഥവാ ഹോളി ഹെൽപ്പേഴ്സിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1346 1349 കാലഘട്ടത്തിൽ യൂറോപ്പിനെ തകർത്ത ബ്ലാക്ക് ഡെത്ത് ശിക്ഷാ കാലഘട്ടത്തിൽ പ്ലേഗിനും പെട്ടെന്നുള്ള മരണത്തിനുമെതിരെ വിശ്വാസികൾ ആഹ്വാനം ചെയ്ത നിരവധി വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഇവരിൽ ഒരു നൂറ്റാണ്ടിനു ശേഷം 14 വിശുദ്ധ സഹായികൾ എന്നും അറിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. വിശുദ്ധ സഹായികൾ: ഡയോക്ലിഷ്യൻ പീഡനത്തിന് ഇരയായ വിശുദ്ധ ജോർജ്. ഈ ജനപ്രിയ വിശുദ്ധനെക്കുറിച്ച് അധികമൊന്നും അറിയപ്പെടാത്തത് വിശുദ്ധ എഫ്രേം സിറിയൻ വഴിയാണ്. ജോർജ് ജനിച്ചത് തുർക്കിയിലാണ്. എന്നാൽ പിതാവിൻ്റെ മരണശേഷം കുലീനിയായ അമ്മയോടൊപ്പം പാലസ്തീനിലേക്ക് താമസം മാറ്റി. കരുത്തുറ്റ ശരീരമുള്ളതിനാൽ അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും ട്രിബ്യൂണിൻ്റെ ഉയർന്ന റാങ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. ഡയോക്ലിഷ്യൻ്റെ പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജോർജ് അവൻ്റെ ക്രൂരതയെ ശാസിച്ചു. തൽഫലമായി ധീരനായ ട്രൈബ്യൂണിനെ ലിഡ നഗരത്തിലെ ജയിലിൽ അടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ ത്യജിക്കാൻ ഒരു പീഡനത്തിനും അവനെ പ്രേരിപ്പിച്ചില്ല. പകരം അവൻ ന്യായാധിപനോട് പറഞ്ഞു, നിങ്ങൾ സത്യദൈവത്തെ അംഗീകരിക്കുകയും അവൻ്റെ രാജ്യം അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. പീഡിപ്പിക്കപ്പെടുകയും ചക്രത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു ദർശനം ജോർജിനെ പ്രോത്സാഹിപ്പിച്ചു. അനേകം സാക്ഷികൾ അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസത്താൽ പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒടുവിൽ തലയറുത്ത് സ്വർഗത്തിലേക്ക് അയച്ചു. വർഷം 303 ആയിരുന്നു. ത്വക്ക്, പക്ഷാപാതം എന്നിവയുടെ രോഗങ്ങൾക്കെതിരെ വിശുദ്ധ ജോർജ് അഭ്യർത്ഥിക്കുന്നു. സെൻറ്റ് ബ്ലെയ്സ്. അർമേനിയയിലെ സെബാസ്റ്റിലെ ബിഷപ്പ്. 316 ലിനിയൻസ് ചക്രവർത്തിയുടെ ഉത്തരമനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇരുമ്പ് ചിപ്പുകൾ ഉപയോഗിച്ച് പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും സന്ദർശകർക്ക് അവനെ കാണാൻ അനുവദിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടി, വിഴുങ്ങാൻ കഴിയാത്ത ഒരു മത്സ്യത്തെ വിഴുങ്ങിയ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ബിഷപ്പ് കുട്ടിയെ അനുഗ്രഹിക്കുകയും രോഗമുക്തി നേടുകയും ചെയ്തു. അതിനുശേഷം ബിഷപ്പ് ബ്ലെയ്സിനെ തലയറുത്ത് കൊന്നു. തൊണ്ടയിലെ രോഗങ്ങൾക്കെതിരെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ എജിഡിയൽസ് അഥവാ ഗൈൽസ്. അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ നിന്നുള്ള ആളായിരുന്നു. അദ്ദേഹം നഗരം വിട്ട് ഫ്രാൻസിലെ ഒരു വിദൂര സ്ഥലത്തേക്ക് വിരമിച്ചു. അവിടെ സന്യാസിന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചില പുരുഷന്മാരെ അദ്ദേഹം സ്വീകരിച്ചു. ഫ്രാൻസിൻ്റെ രാജാവായ ചാൾസ്മണ്ടിൻ്റെ മുത്തച്ഛനായ ചാൾസ് മാൾട്ടർ അദ്ദേഹത്തെ ഉപദേശകനായി കോടതിയിലേക്ക് വിളിച്ചു. രാജാവ് മറച്ചുവെച്ച ഒരു പാപം ഏറ്റുപറയാൻ അദ്ദേഹം രാജാവിന് മുന്നറിയിപ്പ് നൽകി. അത് ഏറ്റുപറഞ്ഞതിന് ശേഷം ചാൾസിന് സമാധാനം ലഭിച്ചു. ഗൈൽസ് തൻ്റെ സന്യാസ ഏകാന്തതയിലേക്ക് മടങ്ങി. പ്രായപൂർത്തിയായ വാർദ്ധക്യം വരെ ജീവിച്ചു. 712 അദ്ദേഹം അന്തരിച്ചു. രക്തസാക്ഷികളായി മരിക്കാത്ത 14 വിശുദ്ധ സഹായികളിൽ അദ്ദേഹവും വിശുദ്ധ ഇറാസ്മസും മാത്രമാണ്. വിശുദ്ധ ഡെനിസ് അഥവാ ഡയോനിഷ്യസ്. 14 വിശുദ്ധ സഹായികളിൽ ആദ്യകാലകാരനായ വിശുദ്ധ ഡെനിസ് അപ്പോസ്തലൻ അരിയോപ്പഗസിൽ തൻ്റെ പ്രസിദ്ധമായ പ്രസംഗം നടത്തിയപ്പോൾ വിശുദ്ധ പൗലോസിലൂടെ മാനസാന്തരപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഏറ്റവും പ്രശസ്തനാണ്. വിശുദ്ധ പോൾ അദ്ദേഹത്തെ പുരോഹിതനായും ഏതൻസിലെ ആദ്യ ബിഷപ്പായും നിയമിച്ചു. രക്ഷകൻ്റെ നാട്ടിലെ വിശുദ്ധ ജനങ്ങളുമായി സ്വയം പരിചയപ്പെടാൻ അദ്ദേഹം ജെറുസലേം സന്ദർശിച്ചു. അവിടെ അദ്ദേഹം നിരവധി അപ്പോസ്തലന്മാരെയും വിശുദ്ധ ലൂക്കായെയും പരിശുദ്ധ മാതാവിനെയും കണ്ടുമുട്ടി. തൻ്റെ പുത്രൻ്റെ ദൈവികതയിൽ വിശ്വാസമില്ലായിരുന്നെങ്കിൽ താൻ അവളെ ദൈവമായി ആരാധിക്കുമായിരുന്നുവെന്ന് വിശുദ്ധ ഡെനിസ് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ദൈവമാതാവ് വളരെ സുന്ദരമായിരുന്നു. തിരികെ ഏതൻസിൽ ബിഷപ്പ് ഡെനിസ് തൻ്റെ പ്രസംഗത്തിലൂടെ നിരവധി മതപരിവർത്തനം നേടിയിരുന്നു. ചില വിഗ്രഹാരാധകർ അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ ഗൂഢാലോചന നടത്തി. അദ്ദേഹം റോമിലേക്ക് പലായനം ചെയ്തു. അവിടെ ക്ലെമൻ മാർപ്പാപ്പ ഏതൻസിലേക്ക് മടങ്ങാതെ ഫ്രാൻസിലേക്ക് പ്രസംഗിക്കാൻ നിയോഗിച്ചു.
അദ്ദേഹവും കൂട്ടാളികളും ഫ്രാൻസിൽ ഉടനീളം അധ്വാനിച്ചു. ഒടുവിൽ ലുട്ടോഷ്യയിൽ താമസമാക്കി. അത് പിന്നീട് പാരീസ് എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ 95 ബിഷപ്പ് ഡെനിസിനെ ബഹുമാനാർത്ഥം മോണ്ട് മാൻട്രെ എന്ന് വിളിക്കുന്ന കുന്നിൽ ശിരച്ഛേദം ചെയ്ത് രക്തസാക്ഷിത്വം വരച്ചു. അവൻ്റെ തല നിലത്തു വീണ കൃത്യം സ്ഥലത്ത് ഒരു പള്ളി പണിതു. ഡെന്നിസ് പൈശാചിക ആക്രമണത്തിനെതിരെ അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ യൂസ്റ്റസ്. വിശുദ്ധ ഡെന്നിസിന് ശേഷം 1118 ട്രാജൻ ചക്രവർത്തിയുടെ കീഴിൽ രക്തസാക്ഷിത്വം വരിച്ച 14 വിശുദ്ധ സഹായികളിൽ ഏറ്റവും ആദ്യത്തെയാണ് അദ്ദേഹം. പ്ലാസ്റ്റഡർ എന്ന വിജാതീയൻ എന്ന നിലയിൽ അദ്ദേഹം സാമ്രാജ്യത്വ സൈന്യത്തിലെ ഒരു ജനറലായിരുന്നു. ഒരു ദിവസം വേട്ടയാടുന്നതിനിടയിൽ ഒരു സ്റ്റാഗിൻ്റെ കൊമ്പുകൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ കുരിശിൽ നിൽക്കുന്ന ഒരു ഭാവം അവൻ കണ്ടു. നമ്മുടെ കർത്താവ് അവനോട് നിത്യജീവൻ പ്രാപിക്കാൻ ഒരു ക്രിസ്ത്യാനിയാകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വെവ്വേറെ അതേ ദർശനം കണ്ടു. അവർ രണ്ടുപേരും അവരുടെ 2 കുട്ടികളുമായി റോമിലെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോയി. അവർ എല്ലാവരെയും സ്നാനപ്പെടുത്തി. അപ്പോൾ യൂസ്റ്റസ് എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാസിഡസിനെ ട്രാജൻ സൈന്യത്തിലേക്ക് തിരിച്ചു വിളിച്ചു. അദ്ദേഹം തൻ്റെ സ്ഥാനം സേവിച്ചു. പക്ഷേ ഒരു നിശ്ചിത വിജയത്തിനു ശേഷം നന്ദി സൂചകമായി ദൈവങ്ങൾക്ക് ധൂപമർപ്പിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചപ്പോൾ അവനെയും കുടുംബത്തെയും സിംഹങ്ങളിലേക്ക് എറിഞ്ഞു. മൃഗങ്ങൾ അവർക്ക് ഒരു ദോഷവും ചെയ്തില്ല. തുടർന്ന് അടുപ്പിൽ വെച്ച ശേഷം ഭാര്യയോടൊപ്പം കത്തിച്ചു. എന്നിരുന്നാലും അവരുടെ ശരീരം കേടുകൂടാതെ തുടർന്നു. ഭക്തരായ ക്രിസ്ത്യാനികൾ അവരെ അടക്കം ചെയ്തു. പിന്നീട് അവരുടെ ബഹുമാനാർത്ഥം അവിടെ ഒരു ദൈവാലയം നിർമ്മിക്കപ്പെട്ടു. തീക്കെതിരായ യൂസ്റ്റസ് എന്നും വിളിക്കപ്പെടുന്നു. വിശുദ്ധ ഇറാസ്മസ്. ചില വിവരണങ്ങളിൽ അദ്ദേഹം അന്ത്യോക്യയിലെ ബിഷപ്പായും മറ്റുള്ളവ ഇറ്റലിയിലെ കബാനിയയിലെ ബിഷപ്പായുമുണ്ട്. ഡയോക്ലീഷ്യൻ്റെ പീഡനകാലത്ത് അദ്ദേഹം ലബനനിലേക്ക് പലായനം ചെയ്തു. പർവ്വതങ്ങളിൽ ഒരു ഏകാന്തനായി താമസിച്ചു. ഇവിടെ ഇയാൾക്ക് ഒരു കാക്ക ഭക്ഷണം നൽകി. വിശ്വാസത്തിൻ്റെ ശത്രുക്കളാൽ കണ്ടെത്തപ്പെട്ട അദ്ദേഹത്തെ ഇറ്റലിയിലെ ജയിലിൽ അടയ്ക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. കുടൽ ഭാഗികമായി മുറിച്ചു മാറ്റിയ ശേഷവും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് പലരെയും മതം മാറ്റി. ഒരു ദൂതനിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷം സുഖം പ്രാപിക്കുകയും ചെയ്ത ശേഷം ആയിരക്കണക്കിന് മതപരിവർത്തനങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദൂരവ്യാപകമായി വിശ്വാസം പ്രസംഗിച്ചു. ഒടുവിൽ ഇറ്റലിയിൽ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. എങ്കിലും ഒരിക്കൽ കൂടി ഒരു മാലാഖ അവനെ മോചിപ്പിച്ചു. 303 അദ്ദേഹം സമാധാനപരമായി തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ഉദരരോഗങ്ങൾക്കെതിരെ ഇറാസ്മസ് പ്രയോഗിക്കുന്നു. നാവികരുടെ രക്ഷാധികാരി കൂടിയാണ് ഇദ്ദേഹം. ഇത് ഒരു കൊടുങ്കാറ്റിനു മുമ്പുള്ള അപകട മുന്നറിയിപ്പായി ഉയർന്ന കടലിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്ന സെൻറ്റ് ഇറാസ്മസ് അല്ലെങ്കിൽ എൽമോ തീയുടെ പേരിലാണ്. വിശുദ്ധ സിറിയാക്കസ്. അദ്ദേഹം ഒരു റോമൻ ഡീക്കനായിരുന്നു. ഡയോക്ലീഷ്യൻ ഭരണത്തിന് കീഴിൽ പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികൾ അടിമപ്പണിക്ക് നിർബന്ധിതരായി. അത് ഡയോക്ലീഷ്യൻ ബാത്സസ് എന്നും അറിയപ്പെട്ടു. ഒരു പഴയ തൊഴിലാളിയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ സിറിയസ്കസ് സന്നദ്ധയായി. അന്ധത ബാധിച്ച തൻ്റെ മകളെ സുഖപ്പെടുത്താൻ ചക്രവർത്തി അദ്ദേഹം വിളിച്ചു വരുത്തി. വിശുദ്ധ ഡീക്കൻ വന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ചെയ്തു. അവിടെ നിന്ന് ഇപ്പോൾ ചക്രവർത്തിയുടെ പ്രീതിയിൽ ചക്രവർത്തിയുടെ സുഹൃത്തായ സപ്പോർ രാജാവിൻ്റെ മകളെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തെ പേർഷ്യയിലേക്ക് അയച്ചു. ആ രോഗശമനത്തോടെ സിറിയാസ്കസ് റോമിലേക്ക് മടങ്ങി. ഡയോക്ലീഷ്യൻ മരിച്ചപ്പോൾ പുതിയ ചക്രവർത്തി മാക്സിമിൻ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം ശക്തമാക്കുകയും സിറിയാസ്കസിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വിശുദ്ധ ഡീക്കനും കൂട്ടാളികളും റാക്കിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. ഒടുവിൽ അവരെല്ലാവരും ചേർന്ന് തലയിറക്കപ്പെട്ടു. നേത്രരോഗങ്ങൾക്കെതിരെ സിറിയാസ്കസ് വിളിക്കപ്പെടുന്നു.
വിശുദ്ധ ക്രിസ്റ്റഫർ. വിശുദ്ധ ക്രിസ്റ്റഫറിൻ്റെ മതപരിവർത്തന കഥ അതിശയിപ്പിക്കുന്നതാണ്. റിപ്രോബസ് എന്ന പേരിൽ ജനിച്ച അദ്ദേഹം തൻ്റെ അപാരമായ ഉയരവും കൂറ്റൻ പേശികളും നിമിത്തം അഹങ്കാരം നിറഞ്ഞ ഒരു വിജാതീയനായിരുന്നു. സാത്താൻ്റെ ദാസനായ ഒരു പുറജാതീയ രാജാവിന് അവൻ തൻ്റെ സേവനങ്ങൾ ഏൽപ്പിച്ചു. പിശാചിൻ്റെ മഹത്വത്തെക്കുറിച്ച് രാജാവ് പറയുന്നത് കേട്ട് യേശു എന്ന നാമം പരാമർശിക്കുമ്പോൾ രാജാവ് സ്വയം അനുഗ്രഹിക്കുന്നത് കണ്ട് റിപ്രോബസ് ആശ്ചര്യപ്പെട്ടു. ഈ യേശു സാത്താനേക്കാൾ ശക്തനാണെന്ന് രാജാവ് പറഞ്ഞു. അവൻ്റെ കുരിശിൽ അവനെ കീഴടക്കി. ഈ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു വിശുദ്ധ സന്യാസിയുടെ ഉപദേശം തേടി അദ്ദേഹം അവസാനിച്ചു. കൃപയാൽ അയാൾക്ക് അടിയേറ്റു. സന്യാസി അവനെ വിശ്വാസത്തിൽ ഉപദേശിച്ചു. സ്നാനമറ്റ ശേഷം ഒരു പ്രത്യേക നദിയുടെ തീരത്ത് പോയി സ്വയം ഒരു കുടിൽ പണിയാനും പ്രാർത്ഥിക്കാനും പാലമില്ലാത്ത നദി മുറിച്ചു കടക്കാൻ ആളുകളെ സഹായിക്കാൻ തൻ്റെ ശക്തി ഉപയോഗിക്കാനും പറഞ്ഞു. കഥയുടെ അടുത്ത ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കുട്ടി വന്ന് റിപ്രോബസിനോട് തന്നെ നദിക്ക് കുറുകെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. കുട്ടി മധ്യഭാഗം വളരെ ഭാരമുള്ളതായി തീർന്നു. ഭീമൻ കാര്യർ അവനോട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. കുട്ടി മറുപടി പറഞ്ഞു, നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവിനെ വഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ രാജാവും കർത്താവുമായ യേശു ക്രിസ്തുവാണ്. ഇനി മുതൽ നീ ക്രിസ്റ്റഫർ അഥവാ ക്രിസ്തുവാഹകൻ എന്ന് വിളിക്കപ്പെടും. പുതുക്കിയ തീക്ഷ്ണതയോടെ ക്രിസ്റ്റഫർ ലിസിയയിലെ അഥവാ തുർക്കിയിലെ ജന്മസ്ഥലത്തേക്ക് മടങ്ങി. അവിടെ വിശ്വാസം പ്രഘോഷിച്ചു. അവിടെ അദ്ദേഹം 48,000 പേരെ മതപരിവർത്തനം ചെയ്തു. ക്രൂരനായ ചക്രവർത്തി ഡെസിയസ് ഇത് കേട്ട് ക്രിസ്റ്റഫറിനെ അറസ്റ്റ് ചെയ്യാൻ 400 സൈനികരെ അയച്ചു. എന്നിരുന്നാലും അവനെ പിടികൂടുന്നതിനു പകരം അവർ സ്വയം മാനസാന്തരപ്പെട്ടു. ഒടുവിൽ ക്രിസ്റ്റഫറിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുകയും അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. മർദ്ദനങ്ങളുണ്ടായിട്ടും തീക്കോ അമ്പുകൾക്കോ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട ശേഷം അവൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു. വർഷം 250 ആയിരുന്നു. വിശുദ്ധ വിക്ടസ്. ക്രെസൻസിയ എന്ന നേഴ്സിൻ്റെ പരിചരണത്തിന് അദ്ദേഹത്തെ ഏൽപ്പിച്ച വിജാതീയരായ മാതാപിതാക്കൾക്ക് സിസിലിയയിൽ ജനിച്ചു. നേഴ്സും ഭർത്താവ് മൊഡസ്റ്റസും കത്തോലിക്കരായിരുന്നു. അവർ കുഞ്ഞിനെ സ്നാനപ്പെടുത്തി വിശ്വാസത്തിൽ വളർത്തി. വിക്ടസ് തൻ്റെ പിതാവായ ഹൈലാസിൻ്റെ അടുത്തേക്ക് മടങ്ങിയപ്പോൾ പ്രകൃതി വിരുദ്ധനായ മനുഷ്യൻ രോഷാകുലനായി. അവൻ തൻ്റെ മകനെ ചമ്മട്ടികൊണ്ട് അടിച്ചു. എന്നിട്ട് അവന് പുറജാതീയ ഗവർണർക്ക് കൈമാറി. ക്രെസൻസിയ, മൊഡസ്റ്റസ് എന്നിവരും കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ വിക്ടസിനോടൊപ്പം കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും ഒരുമിച്ച് ഇറ്റലിയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഡയോക്ലീഷ്യൻ പീഡനത്തിന് കീഴിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചുട്ടുതിളയ്ക്കുന്ന പിച്ച് ഒഴിച്ചതുൾപ്പെടെ ഒരു പീഡനത്തിനും അവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. കൊളോസിയയിൽ സിംഹങ്ങൾ പോലും അവരെ ആക്രമിക്കാൻ വിസമ്മതിച്ചു. ഈ അടയാളങ്ങളെല്ലാം ചക്രവർത്തിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവസാനം അവരെ റാക്കിൽ വെച്ച് കൊന്നു. വർഷം 303. പക്ഷാപാതം, നാഡീരോഗങ്ങൾ, അപസ്മാരം എന്നിവയ്ക്കെതിരെ വിശുദ്ധ വിക്ടസ് ആഹ്വാനം ചെയ്തു. വിശുദ്ധ പന്തലിയൻ. മാക്സിമിൻ ചക്രവർത്തിയുടെ ജോലിയിൽ ക്രിസ്ത്യൻ വൈദ്യനായിരുന്നു വിശുദ്ധ പന്തലിയൻ. എന്നിരുന്നാലും അവൻ്റെ സഹകൊട്ടാരക്കാരുടെ മോശം മാതൃക അവനെ വശീകരിക്കുകയും അവൻ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്തു. ദൈവകൃപയാൽ ഹെർമോലസ് എന്ന തീക്ഷ്ണതയുള്ള ഒരു പുരോഹിതൻ അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പന്തലിയൻ വൈദ്യശാസ്ത്രം തുടർന്നു. തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശം ദരിദ്രർക്ക് വിട്ടുകൊടുത്തു. കുരുന്നുകൾ ഉപയോഗശൂന്യമാണെന്ന് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പലരും അത്ഭുതകരമായി സുഖപ്പെട്ടു. ഒടുവിൽ മാക്സിമിൻ അവനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്ന തരത്തിൽ അവൻ്റെ പ്രശസ്തി
കോടതിയിലെ പുറജാതിയ ഡോക്ടർമാർക്ക് അധികാരത്തിൻ്റെ വെല്ലുവിളി പോലും വാഗ്ദാനം ചെയ്തുകൊണ്ട് പന്തലിയൻ ഭയമില്ലാതെ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. പക്ഷാഘാതമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. പൈശാചിക കലങ്ങൾക്ക് അവനെ മെച്ചപ്പെടുത്തുവാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് സുഖമായിരിക്കാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പന്തലിയോൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് സംഭവിച്ചു. സാക്ഷികളിൽ പലരും മതം മാറിയതോടെ ചക്രവർത്തി കൂടുതൽ കഠിനമായി. തൻ്റെ മുൻ ബിഷഗ്രനായ വിശുദ്ധനെ ഒരു മരത്തിൽ ആണിയടിച്ച് ശിരച്ഛേദം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു. വർഷം 308 ആയിരുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കെതിരെ വിശുദ്ധ പന്തലിയോൻ അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ അക്കേഷ്യസ്. കപ്പഡോഷ്യയിൽ നിന്നുള്ള വിശുദ്ധ അക്കേഷ്യസ് ഒരു റോമൻ പട്ടാളക്കാരനായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് സൈന്യത്തിലെ ക്യാപ്റ്റനായിരുന്നു. ഒരു ദിവസം തൻ്റെ സൈന്യത്തോടൊപ്പം ഒരു പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ വിളിക്കുക എന്നൊരു ശബ്ദം അവൻ കേട്ടു. ഈ കൃപയോട് അദ്ദേഹം ഉടൻ പ്രതികരിച്ചു. അവൻ വിശ്വാസത്തിൽ ഉപദേശം തേടുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ഇതിനുശേഷം തൻ്റെ കീഴിലുള്ളവരെ മതം മാറ്റാൻ ശ്രമിച്ചു. ഇത് കേട്ട ചക്രവർത്തി അവനെ തടവിലാക്കി റാക്കിൽ വെച്ച് പീഡിപ്പിക്കുകയും ചമ്മട്ടികൊണ്ട് അടിക്കുകയും ചെയ്തു. ഇതിനെ അതിജീവിച്ച അദ്ദേഹത്തെ ബിബിയാനസ് എന്ന ട്രൈബ്യൂണിന് കൈമാറി. അവൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്, കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. അദ്ദേഹത്തെ വടികളാൽ അടിക്കുകയും 7 ദിവസം മറ്റൊരു ജയിലിൽ കിടന്ന ശേഷം മുറിവുകളാൽ പൊതിഞ്ഞ് ബൈസന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ യാത്രയിൽ മേഘങ്ങളിൽ നിന്ന് ആശ്വാസകരമായ ഒരു ശബ്ദം കേട്ടു, അഗാഷ്യസ് ഉറച്ചു നിൽക്കൂ. അത് കേട്ട് ഭടന്മാർ പരിഭ്രാന്തരായി. ശബ്ദം കേട്ട പല സഹതടവുകാരും മാനസാന്തരപ്പെട്ടു. ഒടുവിൽ മാലാഖമാർ അവൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തിയ ശേഷം അവനെ ശത്രുക്കൾ ശിരച്ഛേദം ചെയ്തു. വർഷം 303 ആയിരുന്നു. തലവേദനയ്ക്കെതിരെ അദ്ദേഹത്തെ വിളിക്കുന്നു. അവസാനത്തെ 3 സഹായികൾ സ്ത്രീകളാണ്. ആദ്യത്തേത് 235 അന്തരിച്ച വിശുദ്ധ ബാർബറയാണ്. 2 നഗരങ്ങൾ അവളുടെ ജന്മസ്ഥലമാണെന്ന് അവകാശപ്പെടുന്നു. ഈജിപ്തിലെ ഹിലിയോപോളിസും ഏഷ്യ മൈനറിലെ നിക്കോമേഡിയും. അലക്സാണ്ട്രിയയിൽ അടുത്ത് പഠിപ്പിച്ചിരുന്ന ഒറിജൻ്റെ ശിഷ്യനാൽ പരിവർത്തനം ചെയ്യപ്പെട്ടതിനാലാണ് ഹീലിയോപോളിസ് കൂടുതൽ സാധ്യതയുള്ളത്. ആ രാജ്യത്ത് ക്രിസ്തുമതത്തിൻ്റെ വളർച്ച കാരണം അവളുടെ പുറജാതിയ പിതാവ് ഡയോസ്കോറസ് അവളെ ഒരു ഗോപുരത്തിൽ ഒതുക്കി. അങ്ങനെ അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കില്ല. ബാർബറ സുന്ദരിയും സദ്ഗുണമുള്ളവളും സത്യദൈവത്തെ അറിയാൻ പ്രാർത്ഥിച്ചു. എങ്ങനെയോ അവൾ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയും ഒറിജൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ഒരു സന്ദേശം ലഭിക്കുകയും ചെയ്തു. ഒരു വൈദ്യൻ്റെ വേഷം ധരിച്ച് ഗോപുരത്തിലേക്ക് വന്ന തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ അവൻ അവൾക്ക് അയച്ചു. അവൾക്ക് നിർദ്ദേശം നൽകിയ ശേഷം വൈദ്യൻ അവളെ സ്നാനപ്പെടുത്തി. കൈവയ്ക്കാൻ കഴിയുന്ന എല്ലാ വിഗ്രഹങ്ങളും നശിപ്പിച്ച ശേഷം അവൾ തൻ്റെ പിതാവിനോട് ധൈര്യത്തോടെ തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞു. അവളുടെ അച്ഛൻ ദേഷ്യപ്പെട്ടു. ചമ്മട്ടി കൊണ്ട് അവളെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ അവൻ അവളെ പുറജാതിയ പ്രൊഗൻസൽ മാർസിയൻ്റെ അടുത്തേക്ക് അയച്ചു. അവൾ ഈ ഭയാനകമായ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവളുടെ പിതാവ് യഥാർത്ഥത്തിൽ ആഹ്ലാദത്തോടെ നിന്നു. പീഡനങ്ങളൊന്നും അവളെ ദ്രോഹിക്കാതെ വന്നപ്പോൾ സ്വന്തം അച്ഛൻ വാളെടുത്ത് അവളുടെ തല വെട്ടിമാറ്റി. അവനും മാർസിയനും ശിക്ഷിക്കപ്പെടുകയും ഇടിമിന്നലേറ്റ് മരിക്കുകയും ചെയ്തു. മിന്നലിനും സ്ഫോടനങ്ങൾക്കും എതിരെ വിശുദ്ധ ബാർബറയെ വിളിക്കുന്നു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. അവളുടെ കഥ വിശുദ്ധ ബാർബറയോട് സാമ്യമുള്ളതാണ്. അതിൽ അവൾ ഈജിപ്തിലെ രാജ്ഞിയായ സബിനെല്ലയുടെ മകളായിരുന്നു. ഒരു വിശുദ്ധ സന്യാസിയുടെ പരിചയത്തിലൂടെ കാതറിൻ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു. അവളുടെ സ്നാനത്തിനു മുമ്പ് അവൾക്ക് നമ്മുടെ കർത്താവിനെയും മാതാവിനെയും കുറിച്ച് ഒരു ദർശനമുണ്ടായിരുന്നു. പക്ഷേ അവൾ സ്നാനം ചെയ്യുന്നതുവരെ ഞങ്ങളുടെ കർത്താവ് അവളെ സ്വീകരിക്കില്ല. അവളുടെ സ്നാനത്തിന് ശേഷം യേശു അവൾക്ക്
വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അവളുടെ വിരലിൽ ഒരു മോതിരം ഇടുകയും ചെയ്തു. ഒരു കന്യാസ്ത്രീയായി മരിച്ച അമ്മയുടെ മരണശേഷം ദുഷ്ടനായ ചക്രവർത്തി മാക്സിമിൻ അലക്സാൻഡ്രിയയിൽ വന്ന് വിശ്വാസികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. മതപരിവർത്തനത്തിനു മുമ്പ് തത്വചിന്തയെക്കുറിച്ചുള്ള അറിവിന് കാതറിൻ പ്രശസ്തിയായിരുന്നു. അവളുടെ പ്രശസ്തിയും കുലീനതയും കാരണം പുറജാതീയ ക്ഷേത്രത്തിലെ ഒരു വിചാരണയിൽ അവളെ പരസ്യമായി നിഷേധിക്കാൻ 50 വിജാതീയ തത്വചിന്തകരെ അയച്ച് അവളെ വിശ്വാസത്തിനെതിരെ തിരിക്കാൻ മാക്സിമിൻ ശ്രമിച്ചു. കാതറിൻ അവർക്ക് വളരെ നന്നായി ഉത്തരം നൽകി. എല്ലാവരും മതം മാറി. തുടർന്ന് മാക്സിമിൻ അവളെ പീഡിപ്പിക്കുകയായിരുന്നു. അവൾ മറ്റു വിശുദ്ധ രക്തസാക്ഷികളെ പോലെ ഒരു കൂർത്ത ചക്രത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. ആരാച്ചാർ അവളെ ചക്രത്തിൽ കയറ്റിയപ്പോൾ പീഡനത്തിൻ്റെ ഉപകരണം തകർന്നു. ചക്രവർത്തിയുടെ ഭാര്യ പിന്നീട് കാതറിൻ സെല്ലിൽ ഒരു വലിയ വെളിച്ചം തിളങ്ങുന്നത് കണ്ടു. സ്വയം മതം മാറി രക്തസാക്ഷിയായി. തുടർന്ന് മാക്സിമിൻ കാതറിൻ്റെ ശിരച്ഛേദം ചെയ്തു. മാലാഖമാർ വിശുദ്ധനെ സീനായ് പർവ്വതത്തിൽ അടക്കം ചെയ്തതായി കിഴക്കൻ പാരമ്പര്യമുണ്ട്. 307 അവൾ രക്തസാക്ഷിയായി. തത്വചിന്തകരുടെ രക്ഷാധികാരിയാണ് വിശുദ്ധ കാതറിൻ. വ്യവഹാരങ്ങളിൽ പ്രേരിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ മാർഗരറ്റ്. ഡയോക്ലീഷ്യൻ്റെ പീഡനത്തിൻ്റെ മറ്റൊരു ഇരയായ മാർഗരറ്റ് അന്തോക്യയിൽ ജനിച്ച് ഒരു കത്തോലിക്ക വിശ്വാസിയായ ഒരു നേഴ്സിനെ വളർത്തി. ഒരു വിവരണമനുസരിച്ച് അവൾ ആടുകളെ മേയിച്ചു. അവൾ വിജാതീയനായ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവളുടെ വിശ്വാസത്തിനും കന്യകാത്വത്തിൻ്റെ നേർച്ചയ്ക്കും അവൾ സാക്ഷ്യം വഹിക്കുന്നത് കേട്ട് അവൻ വളരെ അസ്വസ്ഥനായി. നഗരത്തിലെ ഒരു പ്രിഫെക്റ്റ് അലിബ്രിയസ് മാർഗരറ്റിനെ ഇഷ്ടപ്പെട്ടു. അവനെ വിവാഹം കഴിക്കാൻ അവളെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ വിസമ്മതിക്കുകയും അവൾ സ്വർഗരാജാവിൻ്റെ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തപ്പോൾ അവൻ അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവളുടെ ക്രൂശിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഉദ്ധരിച്ച് അവളുമായി തർക്കിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാർഗരറ്റ് മറുപടി പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്ന് ക്രിസ്ത്യാനികളുടെ പുസ്തകങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നു. ഈ ശാസനയോടെ പ്രിഫെക്റ്റ് അവളെ റാക്കിൽ വെച്ച് പീഡിപ്പിക്കുകയും ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് തുളയ്ക്കുകയും ചെയ്തു. അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ അവളെ മരിക്കാൻ തടവിലാക്കി. അവിടെ ഒരു സ്വർഗീയ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്വർഗീയ സന്ദർശകൻ വന്ന് അവളുടെ മുറിവുകളിൽ നിന്ന് അവളെ സുഖപ്പെടുത്തി. അവളുടെ മുറിവുകൾ ഉണങ്ങുന്നത് കണ്ട് അലിബ്രിയസ് അനങ്ങിയില്ല. കത്തുന്ന പന്തങ്ങൾ ഉപയോഗിച്ച് അയാൾ അവളെ വീണ്ടും പീഡിപ്പിച്ചു. തീ അവൾക്ക് ഒരു ദോഷവും വരുത്തിയില്ല. ഈ അത്ഭുതത്തിന് സാക്ഷ്യം വെച്ച പലരും മതം മാറി. ഒടുവിൽ അവളെ തലയറുത്തു കൊന്നു. വർഷം 304 ഒരു വിശുദ്ധ മാർഗരറ്റ് വൃക്കരോഗങ്ങൾക്കെതിരെ ആഹ്വാനം ചെയ്യുന്നു. 14 വിശുദ്ധ സഹായികൾ. വിശുദ്ധ അക്കാസിയസ്, വിശുദ്ധ ബാർബറ, വിശുദ്ധ ബ്ലെയ്സ്, അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ ക്രിസ്റ്റഫർ, വിശുദ്ധ സിറിയാക്കസ്, വിശുദ്ധ ഡെന്നിസ്, വിശുദ്ധ ഇറാസ്മസ്, വിശുദ്ധ യൂസ്റ്റസ്, വിശുദ്ധ ജോർജ്, വിശുദ്ധ ഗിൽസ്, വിശുദ്ധ മാർഗരറ്റ്, വിശുദ്ധ പന്തലിയോൻ, വിശുദ്ധ വിറ്റസ്. 1300കളിൽ ബ്ലാക്ക് പ്ലേഗിൻ്റെ ബാധയുടെ സമയത്ത് ഈ 14 വിശുദ്ധരെ വിശുദ്ധ സഹായികൾ എന്ന് തരംതിരിക്കുന്നു. ഇന്ന് വിശുദ്ധ സഹായികളെ കത്തോലിക്ക ലോകത്തിനും സമൂഹത്തിനും മൊത്തത്തിൽ വീണ്ടും പരിചയപ്പെടുത്താൻ ഇതിലും നല്ല സമയം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. യുവ വായനക്കാർക്ക് പ്രത്യേകിച്ചും സഹായകമാണ്, എന്നാൽ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യം. ഈ പുസ്തകം 14 വിശുദ്ധ സഹായികളോടുള്ള ഭക്തി പ്രദാനം ചെയ്യുന്നു. ഇത് വിശുദ്ധന്മാരുമായും അങ്ങനെ ദൈവവുമായുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ലോകത്തും നമ്മുടെ വീടുകളിലും ആവശ്യം വളരെ വലുതാണ്. ഒരു പക്ഷേ എല്ലാ ആത്മാവിലേക്കും എത്തിച്ചേരാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഒരു ആത്മാവിലേക്കോ ഒരു വീട്ടിലേക്കോ സത്യം കൊണ്ടുവരാൻ കഴിയുന്നതിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി കണക്കാക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മെ അവൻ്റെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുകയും 14
പരിശുദ്ധ സഹായികൾക്ക് ചെയ്തതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയുള്ള തീക്ഷ്ണതയുടെ എല്ലാ കൃപകളും നൽകുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, വിശുദ്ധിയുടെ മാതൃകകളായി 14 പരിശുദ്ധ സഹായികളെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ വീരശൂര പരാക്രമം നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ സഹായികളെ, നിങ്ങളിൽ പലരും വിശ്വാസം നിമിത്തം വളരെ കഷ്ടപ്പെട്ടു. വിശ്വാസത്തിനു വേണ്ടി കൊല്ലപ്പെടുന്നതിനു മുമ്പ് നിങ്ങളിൽ പലരും വലിയ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ചവർ ഇപ്പോൾ നിങ്ങളോട് മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും തങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങളുടെ മധ്യസ്ഥത സഹായിക്കും. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവുമായുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ ഇന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. വിശുദ്ധ സഹായികളെ, നിങ്ങൾ രോഗിബാധിതരുടെ രക്ഷാധികാരികളാണ്. രോഗബാധിതരായ പലരും അവർക്ക് വേണ്ടി നിങ്ങളുടെ ശക്തമായ മാധ്യസ്ഥം തേടുന്നു. നിങ്ങളുടെ വിശ്വാസം നിമിത്തം നിങ്ങൾ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് നിങ്ങൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. ദുരിതമനുഭവിക്കുന്നവരോട് കാരുണ്യത്തിൽ വളരാൻ നിങ്ങളുടെ മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരോടുള്ള സ്നേഹത്തിൽ വളരാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന എല്ലാ കഷ്ടപ്പാടുകളും എപ്പോഴും വിശുദ്ധമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയിൽ വളരാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഇവിടെ ആവശ്യം പറയുക. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ സഹായികളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.